ഞങ്ങൾ നദി പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരു ദിവസം ഓമയ്ക്ക ഒരു വീട്ടിലിങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. സാധാരണ ഇവിടെ ഉള്ളവരങ്ങനെ ആർക്കും അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം ചിലർക്കൊക്കെ ഉള്ളൂ, ചിലർക്കൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ അവർ ആ സന്തോഷത്തോടെ എടുത്തോ പിച്ചിക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് അകത്തോട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു വലിയ കൃഷിത്തോട്ടം. വലുതല്ല, ചെറിയ കൃഷിത്തോട്ടമാണ്. പക്ഷേ അതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റം പോലും ഇല്ലാണ്ട് മട്ടറൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മട്ടറുണ്ട്, മൂലി, റാഡിഷിൻ്റെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. പിന്നെ ടൊമാറ്റോ, ക്യാബേജ്, ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ക്യാരറ്റ് പിച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ക്യാരറ്റൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇതാണെന്നറിയാം. ക്യാരറ്റ്, പിന്നെ ബ്രൊക്കോളി, അങ്ങനെ ബ്രൊക്കോളിയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പഴുത്ത ഓമയ്ക്കെല്ലാം അവർ തന്നു. പിന്നെ പോകാൻ നേരം കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സാധാരണ അരുണാചൽസ് എന്ന് പറഞ്ഞാൽ അത്ര ഇതുള്ളവരല്ല, പക്ഷെ ഇവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ചെന്നപ്പോഴേ നമുക്കെല്ലാം തരികയൊക്കെ ചെയ്തു. കുറേ ഐറ്റംസ് ഉണ്ട്. തക്കാളി, പിന്നെ ബീട്രൂട്ടൊക്കെ ഉണ്ട്. ബീട്രൂട്ടൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. ബീട്രൂട്ട്, മട്ടർ, ബ്രൊക്കോളി ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ബീട്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാം. പോരാൻ ഞങ്ങൾക്ക് ഒരു ക്യാബേജൊക്കെ തന്നു.